നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായന എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വായന എന്ന് പറയുന്നത് 2 ചിത്രം വെച്ചിട്ടുള്ള വായനയാണ്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് 2 ചിത്രങ്ങൾ. നമ്പർ 1, നമ്പർ 2. ഇതിലേത് ചിത്രമാണോ നിങ്ങൾക്ക് കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിക്കുന്നത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാൻ പോവുകയാണ്. പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വായനയുടെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. നമുക്കപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം. അങ്ങനെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത്രയും കാർഡ്സാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും വളരെയധികം അകലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഈ വ്യക്തി പലതരത്തിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു പക്ഷേ 2ാം വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വ്യക്തി ഓൾറെഡി കല്യാണം കഴിഞ്ഞവരായിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് മുഷിഞ്ഞ ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിലാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിൽ നിന്നും വളരെയധികം അകലത്തിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിയുടെ സാഹചര്യമാണ് ഈ വ്യക്തിയെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പരീക്ഷണ ഘട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 പേരുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള പ്രണയം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രണയം മുഴുവനുമായി പ്രകടിപ്പിക്കാനോ പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾക്ക് ഒന്നിക്കാനോ കഴിയാൻ പറ്റാത്ത അവസ്ഥയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ 2 പേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്കാണെങ്കിലോ പലതരത്തിലുള്ള വിവാഹാലോചനകളും വേറെ പല വഴികളും ഒരുപാട് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ വ്യക്തിയെ കൂടുതൽ മറക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ പലതരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കും വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം നിന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ദൂരേക്ക് നടന്ന് നീങ്ങുന്നത്. അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതായത്
ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്, ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കുന്നില്ല. അത് വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്. തൽക്കാലം ഞാൻ ദൂരേക്ക് നടന്ന് നീങ്ങുകയാണ്. സന്തോഷിച്ചല്ല, വിഷമത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തി നടന്ന് നീങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഒന്നിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മറ്റു പല തടസ്സങ്ങൾ ഇവിടെ വളരെയധികം വലുതായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ചിലപ്പോൾ മതപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കണം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സ് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ തന്നെ മുഴുവനും കോൺസെൻട്രേഷൻ കൊടുത്ത് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല. ജോലി ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഈ വ്യക്തി അതുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടും കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. അതായത് അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുന്നത് ഈ വ്യക്തിയുടെ മോശപ്പെട്ട അവസ്ഥ കാരണം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകാം. ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ള വഴികളും വ്യത്യാസങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടാണ് ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ വ്യക്തി നല്ലൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. വായനയിലേക്ക് കടക്കാം. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് ആണെങ്കിൽ 6 ഓഫ് വാണ്ട്സ് ആണ്. ഈ ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒരു അസ്തമയത്തിന് ശേഷമുള്ള സൂര്യോദയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു അസ്തമയം അതൊരു ഇരുട്ടിനെയും സങ്കടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷമുള്ള വെളിച്ചമോ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വരാൻ പോകുന്ന പലതരത്തിലുള്ള വിജയത്തെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കി വരുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് 10 ഓഫ് സോർട്സ് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും പലതരത്തിൽ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പല വ്യക്തികൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ തേർഡ് പാർട്ടിയുടെയോ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെയോ ഇടപെടലുകൾ കാരണം സംഭവിച്ച ഒരു പ്രശ്നങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിടയിൽ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിള്ളലുകൾ, അതുപോലെ പലതരത്തിലുള്ള മനസ്സിലാക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ, സംശയരോഗങ്ങൾ, വാക്കുതർക്കങ്ങൾ, ചിലപ്പോൾ കമിതാക്കളാണെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുക, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ
ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രപഞ്ചശക്തി ഈ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കാം. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ നിങ്ങളെ ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ഉപദേശം കാരണം അത് അനുസരിച്ച് ഈ വ്യക്തി നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടാകണം, നിങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടുണ്ടാകണം. ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ഈ വ്യക്തി അത് ചെയ്തത് വളരെയധികം ബുദ്ധിമോശമായി പോയി, തെറ്റായി പോയി, മണ്ടത്തരമായി പോയി. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തി പലവരുമായി നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കപ്പുകളുടെ എനർജി നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ പാനപാത്രം, ആ കപ്പുകൾ നിറയെ നിങ്ങളോടുള്ള സ്നേഹമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 9 ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരു പാനപാത്രത്തിൻ്റെയും കൂടി ആവശ്യകതയുണ്ട്, എന്നാൽ മാത്രമേ 10 ഓഫ് കപ്സ് ആവുകയുള്ളൂ. ആ ഒരു കപ്പും കൂടെ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അകൽച്ചകൾ പൂർണ്ണമായിട്ടും കുറയണം എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ചാരിയറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തി വളരെയധികം ദൂരസ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു അകലം നിർത്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് മാപ്പ് പറയണം, നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കണം. അത്തരത്തിലുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി എണ്ണി എണ്ണി മനസ്സിലാക്കുന്ന സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 6 ഓഫ് വാൺസിന്റെ എനർജിയും കിട്ടിയിട്ടുണ്ട്. അത് വിജയത്തെയും സന്തോഷത്തെയും നല്ലൊരു ആഘോഷത്തിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വായന ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.